മഴ ശക്തി പ്രാപിച്ചതോടെ അണക്കെട്ടുകളിലെ ഷട്ടറുകളും ഉയർത്തുകയാണ്. നദികളിൽ ജലനിരപ്പ് കൂടുന്നു. ഇടുക്കി ജില്ലയിൽ രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെ ഗതാഗതം നിരോധിച്ചിട്ടുമുണ്ട്. കട്ടപ്പന ഇടുക്കി റോഡിൽ മരം കടപുഴകി വീണു. മൂന്നാർ മറയൂർ പാതയിലും യാത്രാ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ജെയിനസ് രാജുവാണ് വിവരങ്ങളുമായി. ജെയിൻ, രാത്രിയിൽ ഗതാഗതം നിരോധിക്കുന്നതടക്കം എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് ജില്ലയിലാകെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? ഗതാഗതം കാര്യമായി എവിടെയെങ്കിലും ഇപ്പോഴും തടസ്സപ്പെട്ട സ്ഥിതിയിലുണ്ടോ? രതീഷ്, തീർച്ചയായിട്ടും ഗതാഗതം പല സ്ഥലത്തും തടസ്സപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ജില്ലയുടെ എല്ലാ മേഖലയിലും ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ തുടർന്നാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലയിൽ രാത്രി ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ശക്തമായ മഴ ലഭിക്കുന്നത് ദേവികുളം താലൂക്കിലും അതോടൊപ്പം തന്നെ പീരുമേട് താലൂക്കിലുമാണ്. ഇവിടെ വിവിധയിടങ്ങളിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മൂന്നാർ മറയൂർ സംസ്ഥാന പാത, അത് നോർത്തേൺ ഔട്ട്ലെറ്റ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ റോഡിൽ പെരിയവരിക്ക് സമീപം മരം ഒടിഞ്ഞു വീഴുകയും അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെറുതോണി കട്ടപ്പന റോഡിൽ പാറ വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നാരകക്കാനം ഡബിൾ കട്ടിങ്ങിന് സമീപത്താണ് വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. അതിനെ മാറ്റുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. അതോടൊപ്പം തന്നെ കട്ടപ്പന ഇടുക്കി റോഡിൽ തന്നെ മരം വീട് ഗതാഗതം മറ്റൊരിടത്ത് തടസ്സപ്പെട്ടിട്ടുണ്ട്. മുളകരമേട് പാർട്ടിപ്പടിയിൽ ആണ് വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. അവിടെയും പൂർണ്ണമായും ഗതാഗതം എന്നതടക്കമുള്ള വാർത്തകൾ, രാത്രിയാത്രാ നിരോധനം അടക്കം വലിയ മുൻകരുതൽ ജാഗ്രത ഇടുക്കിയിൽ തുടരുന്നതിനിടയിലാണ് ഈ ഡാമുകളിൽ നിന്ന് ജലം കുത്തിയൊഴുകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് മലങ്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണോ? ഇപ്പോൾ ഈ നദീതീരത്തുള്ളവർക്ക് പ്രത്യേകമായി എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്? ഡാമുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കൂടുതൽ ഷട്ടറുകൾ ഡാമുകളിൽ തുറക്കാനുള്ള സാധ്യതയുണ്ടോ? രതീഷ്, നമ്മളിപ്പോൾ കാണുന്നത് കല്ലാർകുട്ടി ഡാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കല്ലാർകുട്ടി ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം പ്രത്യേകിച്ച് 300 ക്യൂമെക്സ് വെള്ളം വരെ പുറത്തേക്ക് ഒഴുക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് അത്രയും അളവിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇത് മുതിരപ്പുഴയാറിലേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത്. അതിനുശേഷം അത് പെരിയാറിൽ ചേരും. അതുകൊണ്ട് തന്നെ ഈ 2 പുഴയുടെ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു ഡാം പാമ്പള ഡാമാണ്. ആ ഡാമും അല്പസമയത്തിനകം തുറക്കും. 7 മണിയോടെ തുറക്കുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 600 ക്യൂമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. മറ്റു വലിയ ഡാമുകൾ, പ്രത്യേകിച്ച് ഇടുക്കി ഡാമും മുല്ലപ്പെരിയാർ ഡാമും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ ജലനിരപ്പ് ഏതെങ്കിലും രീതിയിൽ തുറന്നു വിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം ജലം ഇപ്പോൾ ഈ പറഞ്ഞ അളവിനാണ് ജലം തുറന്നു വിട്ടിരിക്കുന്നതെങ്കിൽ, ഇനി തുറക്കുന്നതെങ്കിൽ, പാവളയടക്കം തുറക്കുന്നതെങ്കിൽ താഴേക്കുള്ള താഴ്ഭാഗത്തുള്ള ആളുകളുടെ സ്ഥിതി എന്താകും? അങ്ങനെ ഒരു വലിയ തോതിൽ ജലനിരപ്പിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിന് സാധ്യതയുണ്ടോ? വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയില്ല. കാരണം ഇത് ഈ 2 ഡാമുകൾ, ഇപ്പോൾ തുറക്കുന്ന 2 ഡാമുകളും താരതമ്യേന ചെറിയ ഡാമുകളാണ്. 1-2 മഴ പെയ്താൽ, അല്ലെങ്കിൽ 1-2 ദിവസം നിന്ന് മഴ പെയ്താൽ നിറയുന്ന ഡാമുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ നടപടിയായി മാത്രം, ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയായി മാത്രം കണ്ടാൽ മതി. ഇടുക്കിയോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പോലെയുള്ള വലിയ ഡാമുകൾ തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് ആശങ്കയ്ക്ക് ഇടയായ സാഹചര്യമുള്ളൂ. നിലവിൽ പക്ഷേ അത്തരമൊരു സാഹചര്യങ്ങളില്ല. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അടുത്ത ഒരാഴ്ച നിന്ന് മഴ പെയ്താൽ പോലും നിറയാത്തത്ര താഴെയാണുള്ളത്. അല്ലെങ്കിൽ മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജലനിരപ്പ് താരതമ്യേന കുറവാണ്. കൂടുതൽ വെള്ളം ഇടുക്കി ഡാമിൽ സംഭരിക്കാൻ കഴിയും. മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഏതാണ്ട് 115 അടിയിൽ മാത്രമാണ് വെള്ളമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമീപ ഭാവിയിലൊന്നും ഈ ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ ചെറിയ ഡാമുകൾ, അത് മലങ്കര ഡാമുണ്ട്, കല്ലാർകുട്ടിയുണ്ട്, പനംകൂട്ടിയുണ്ട്, അങ്ങനെയുള്ള ചില ചെറിയ ഡാമുകളുണ്ട്. ആ ഡാമുകൾ തീർച്ചയായിട്ടും തുറക്കാനുള്ള സാധ്യതയുണ്ട്. കല്ലാർ ഉൾപ്പെടെയുള്ള ചെറിയ ഡാമുകൾ വളരെ പെട്ടെന്ന് നിറയുന്ന ഡാമുകളാണ്. അതെല്ലാം തുറന്നുവിടും. പക്ഷെ അത് തീരത്ത് ഏതെങ്കിലും രീതിയിൽ ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. പക്ഷെ ഈ പുഴകളിലേക്ക് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ റോഡരികിലൊക്കെയുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇറങ്ങുന്നത് നിയമം പോലെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നവർക്കെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന സ്ഥലമാണല്ലോ മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകൾ. അവിടത്തേക്ക് സ്ഥിതി എന്താണ്? വിനോദസഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും എന്തെങ്കിലും പ്രത്യേകമായ കൂടുതൽ ഈ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ പൊതുവായി ഇതടക്കം മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ടോ? ഈ റോഡിലും മറ്റും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടുവെന്ന് നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രധാന പാതകളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? എല്ലായിടത്തും കറണ്ട് ഉണ്ടോ? വൈദ്യുതിയും തടസ്സപ്പെട്ട സ്ഥിതിയാണോ?
രതീഷ്, മൂന്നാറിൽ ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് മൂന്നാർ ഉൾപ്പെടുന്ന ദേവികുളം താലൂക്കിലാണ്. ഏതാണ്ട് ഏറ്റവും ഒടുവിൽ കണക്കനുസരിച്ച് 90 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷവും അതിശക്തമായ മഴയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അളവൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാറിലേക്കുള്ള യാത്ര തീർച്ചയായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതകളിൽ പല സ്ഥലത്തും മണ്ണിടിഞ്ഞ് വീഴാനും അതോടൊപ്പം തന്നെ മരം വീണ് ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഇരുമ്പുപാലം ഷാപ്പുപടിക്ക് സമീപം മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് വനമേഖലയാണ്. ആ മേഖലയിൽ ഏത് സമയത്തും മരം ഒടിഞ്ഞു വീഴാം. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അവിടെ സമാനമായ ഒരു അപകടം ഉണ്ടാവുകയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. രാത്രി കാലങ്ങളിൽ പരമാവധി യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. പകൽ സമയങ്ങളിൽ, മഴയുള്ള സമയങ്ങളിൽ ആവശ്യത്തിന് മാത്രം ഈ പാത ഗതാഗതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ്, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളത്. മരം വീണ് പല സ്ഥലങ്ങളിലും ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൈനൊക്കെ മുകളിലേക്കാണ് മരം വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ പുനഃസ്ഥാപിക്കാൻ സമയം വേണ്ടിവരും. കഴിഞ്ഞ ദിവസം പനംകൂട്ടി നിന്നും വൈദ്യുതി വിതരണം ചെയ്യുന്ന സംവിധാനത്തിന് സമീപത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അവിടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ബ്രഹ്മപുരത്തേക്കൊക്കെ വൈദ്യുതി കൊണ്ടുപോകുന്നത് ആ സ്റ്റേഷൻ വഴിയാണ്. പക്ഷേ അവിടെ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വരും മണിക്കൂറുകളിൽ ജാഗ്രത വേണ്ട സമയമാണ്. നാളെ വിവിധ ഇടങ്ങളിൽ ചെറുതും വലുതുമായ അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ട സ്ഥിതിയുണ്ട്. വൈദ്യുതി ബന്ധം പലയിടത്തും വിച്ഛേദിക്കപ്പെട്ട സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കല്ലാർകുട്ടിയിൽ നടക്കം കാണുന്നത് പോലെ കുത്തിയൊലിച്ച് എത്തുകയാണ് ജലം.